നമുക്കറിയാം അവിടെ മതിലക്കാരത്തെ മറിയ ഇവരെ വിളിച്ചുകൊണ്ട് വന്നു. ഇവരെ ശീലകൾ കണ്ട് ഒരാൾ പോയി, അടുത്ത ആൾ നോക്കിയപ്പോ ആ 7-ാം വാക്യം നോക്കുമ്പോൾ ഒരാൾ റൂമാലും കണ്ട് അദ്ദേഹവും പോവുകയാ. വളരെ ആഗ്രഹത്തോടാ വിളിച്ചുകൊണ്ട് വന്നത്. പ്രൈസ് ലോർഡ്. കല്ല് മാറ്റി വെച്ചിരിക്കുന്നു. ശിശുമാരോട് എന്ന് പറയാ, കല്ല് മാറ്റി ആരെയും കാണുന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഇവര് ഓടി വന്ന് രണ്ടുപേരും കണ്ടു, റൂമാനും കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ഈ ശീലയൊക്കെ കണ്ടിട്ട് ഇവർ ഒരു മറുപടിയും പറയാതെ പോവുക. പക്ഷെ ആഗ്രഹത്തോടെ വന്ന മധുരക്കാരത്തെ മറിയുടെ വരക്കം നോക്കണേ, അവൾ പോയില്ല. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അവൾ അവിടെ നിന്ന് കരയുക. എന്താ കരയുന്നറിയോ? ഹല്ലേലൂയ സ്തോത്രം. അവൾ അവിടെ നിന്ന് കരഞ്ഞിട്ട് അവൾ ഒന്ന് ചെന്ന് നോക്കി. ഇവർ കാണാത്തത് ചിലത് അവൾ കാണുകയാ. അവരെ ശീല കണ്ടിട്ട് പോയവരും റൂമാന് കണ്ടിട്ട് പോയപ്പോൾ ആഗ്രഹത്തോടെ ഹല്ലേലൂയ വിശ്വാസത്തോടെ കല്ലറയെ വന്ന മതിലക്കാരത്തെ കാണുന്ന ഒരു കാഴ്ച കണ്ട് യേശുവിന്റെ തലയ്ക്കലും കാൽക്കലും 2 ദൂതന്മാർ നിൽക്കുന്നു. നമ്മളാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയത്. കാരണം ഇന്ന് വരെ കാണാത്തൊരു ദൂതനെ കണ്ടല്ലോ, യേശുവിനെ കണ്ടില്ലെങ്കിലും ദൂതനെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മള് സംതൃപ്തി അടഞ്ഞേനെ. സ്വത്രം പറഞ്ഞാട്ടെ. അവൾക്ക് ദൂതൻ വന്നെന്ന് പറഞ്ഞാ പോരന്നേ. ഹല്ലേലൂയ സ്വതം. ദൂതൻ വന്നാലും പോരന്നേ. കാരണം ഞാൻ അന്വേഷിച്ചത് എന്റെ കർത്താവിനെയാ. ഞാൻ അന്വേഷിച്ചത് ദൂതനെ അല്ല. ഞാൻ അന്വേഷിച്ചത് ഈ ശിക്ഷകണങ്ങളെ അല്ല. ഞാൻ അന്വേഷിക്കുന്നത് എന്റെ നാഥനെയാ. അതുകൊണ്ട് അവൾ പോയില്ല. അവൾ വീണ്ടും അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ ദൂതനോട് അതൊന്ന് താഴ്ത്ത് വായിച്ചാട്ടെ. അതിന്റെ അവനെ എവിടെ വെച്ചിട്ടെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിയുന്ന കാര്യം യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്നത്? അവളുടെ കാര്യം ഇത്രയേ ഉള്ളൂ, എന്റെ കർത്താവിനെ എവിടെ വെച്ച്. എന്നിട്ട് യേശുവിനോട് പറയാ, എവിടെ വെച്ചാലും വേണ്ടിയില്ല, ഒന്ന് കാണിച്ചാൽ ഞാൻ എടുത്തോണ്ട് പോവാന്ന്. സ്വത്രം പറഞ്ഞാട്ടെ. ആ വിരക്കം കണ്ടോ? അല്ലെ കണ്ടിട്ട് പോകാനോ എന്തെങ്കിലും കേട്ടിട്ട് പോകാനല്ല, എടുത്തോണ്ട് പോകാനാ വന്നേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ ആസ്വദനെ ചിലത് എടുത്തോണ്ട് പോകാൻ എത്ര പേർ വന്നിട്ടുണ്ട്. അല്ലെ പ്രസംഗം പലതുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പ്രസംഗത്തിന്റെ ഭാഗം ഒത്തിരി കേട്ടിട്ട് പോകുന്ന അനുഭവത്തിനപ്പുറമായി ഈ വചനത്തിന്റെ ശക്തിയാൽ പരിണമിക്കുന്ന ചിലരെ എടുത്തോണ്ട് പോകാൻ ഈ പകൽക്കാലം വന്നവരെ ഓർത്ത് ഞാൻ സ്വപ്നം ചെയ്യാം. സ്വപ്നം പറഞ്ഞാട്ടെ. അതിന്റെ 12-ാം വേദവാക്യം വായിച്ചാട്ടെ. എന്നാൽ പത്രോസ് എന്റെ പൊന്നെ, ചിലർക്ക് തുണി കണ്ടാ മതി, ഓട്ടോ. പത്രോസ് എന്തോ കണ്ട്? തുണി മാത്രം കണ്ട് തൃപ്തിയായവര് പോയി. അങ്ങനെയാ വായിച്ചട്ടെ ഇവിടെ. തുണി മാത്രം കണ്ട് സംഭവിച്ചത് എന്ത് എന്ന് ആശ്ചര്യപ്പെട്ട മടങ്ങിപ്പോയി. സ്വത്രം പറഞ്ഞാട്ടെ. ചിലക്ക് തുണി കാണുമ്പോ ആശ്ചര്യം, അയ്യോ കർത്താവ് അവിടെ ഇല്ലെന്ന്. പക്ഷെ പോയ വ്യക്തിയെ സംബന്ധിച്ച് നോക്കണമേ, അവൾക്ക് തുണി കണ്ടാ പോരാ. നമ്മൾ വായിച്ചു വന്ന വേദവാക്യം ഹല്ലേലൂയ സ്തോത്രം. അവൾ യജമാനനെ പറഞ്ഞതാ. സ്തോത്രം പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ചങ്കൂറ്റം കണ്ടോ? ഒരു സ്ത്രീയുടെ ചങ്കൂറ്റമാ. എന്താ കാര്യം എന്നറിയാവോ? അവൾ ഭവനത്തിൽ നിന്ന് ഇരുട്ടുള്ളപ്പോൾ ഇരുട്ടൊന്നും ശ്രദ്ധിക്കാതെ ഇറങ്ങിത്തിരിച്ചതിന് ഹല്ലേലൂയ ഒറ്റ കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ച്, എനിക്ക് എന്റെ നാഥനെ വേണം. അതെ ഹല്ലേലൂയ, എവിടെ വെച്ചാലും ഞാൻ എടുക്കും. കാരണം ഹല്ലേലൂയ അതുകൊണ്ടാ യേശുവിനോട് പറഞ്ഞത്, പ്രൈസ് അവനെ എവിടെ വെച്ചതെന്ന് പറയാമോ, എനിക്കൊന്ന് എടുത്തുകൊണ്ട് പോകാനാ. തുണി കണ്ട ശിഷ്യന്മാര് പോയല്ലേ. ഇവക്കൊരു ചിന്തയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നേക്കാൾ അല്ലെങ്കിൽ ശ്രേഷ്ഠര അവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിലരെ ശ്രേഷ്ഠരായി എണ്ണും, പക്ഷെ പ്രയോജനം കാണത്തില്ല. ശ്രേഷ്ഠരെന്ന് പറയുന്നെങ്കിൽ ഇവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമായിരുന്നു, ഇവക്ക് വേണ്ടി ഒന്ന് കൂടെ നിൽക്കണമായിരുന്നു. പക്ഷെ അവർ തുണി കണ്ടപ്പം പോയ കേസുകളാണെങ്കിൽ ഹല്ലേലൂയ നിൽക്കുന്നവരെ ഓർത്തത് സ്തോത്രം ചെയ്താട്ടെ. അല്ല കർത്താവിനെ ഒന്നുകൂടെ കാണാൻ എടുത്തുകൊണ്ടുപോകാൻ. അതെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ദൈവത്തോട് പറ്റി വളരുവാൻ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇത് നമ്മുടെ സത്യത്തിൽ ആ സ്ത്രീയെ സംബന്ധിച്ച് അവൾ ബലഹീനല്ലേ, സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനല്ലേ. പക്ഷെ അവളുടെ ബലം വ്യാപരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവൾ കല്ലിനെ കുറിച്ച് ചിന്തിച്ചില്ല, അതിലെ സുഗന്ധവൃഗം ഇടാന്ന് അറിയത്തില്ല. എങ്കിലും അവളുടെ ഉള്ളിലെ ആഗ്രഹം അറിയുന്ന ദൈവം അവളെ നടത്തുകയാ. അവളെ ഹല്ലേലൂയ സ്തോത്രം ശിഷ്യന്മാരെ ഒന്ന് ആശ്രയിച്ചു നോക്കി, ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ ആശ്രയിക്കണ്ട നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ അതുകൊണ്ട് നമുക്ക് വേറൊരു മധ്യസ്ഥനെ
വേണ്ട. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമായിട്ടുള്ള യഥാർത്ഥ ബന്ധം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഞാനും നിങ്ങൾ ശക്തരായി തീരും. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. നമ്മുടെ കർത്താവ് മഹാത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങളുടെ ഹല്ലേലൂയ സഭയിൽ ഹല്ലേലൂയ പ്രിയ സഹോദരിയും ദൈവദാസനും വന്നിട്ടുണ്ട്. പ്രൈസ് ചില അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കാനിടയായി. ഹല്ലേലൂയ ഞാൻ പറഞ്ഞതല്ല, അവിടുത്തെ വിശ്വാസികളിൽ നിന്ന് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ചിലരൊന്നും അവിടെ ഇല്ല, അത്ഭുതം പ്രാപിച്ചവരൊന്നും അവിടെ ഇല്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഈ അത്ഭുതം പ്രാപിച്ച് നിൽക്കണമെന്നൊന്നുമില്ല. അത്ഭുതം പ്രാപിച്ചവരൊക്കെ എപ്പോഴും ഇങ്ങനെ ചലിക്കുന്ന ഹല്ലേലൂയ. ഇത് ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞത്. വേറെയും തളർന്നു പോയിട്ട് ഹല്ലേലൂയ മുട്ടുമേയിരുന്ന് എഴയുമായിരുന്നു. അടുക്കള വരെ പോയി ഓരോ കാര്യം ചെയ്ത് പിന്നെ എഴഞ്ഞ് മുട്ടുനൂരുന്നില്ല, വന്നിരിക്കുമായിരുന്നു. ചുമ്മാന്ന് പ്രാർത്ഥിച്ചേ ഉള്ളൂ. നമ്മളല്ല പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത്, നമ്മളോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കാം. കർത്താവ് അങ്ങനെയാ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രവർത്തിക്കാം. പ്രൈസ് ലോർഡ്. ഒറ്റ കാര്യം വേണമെന്നേ ഉള്ളൂ, വിശ്വാസം വേണം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വാസം വേണം. അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ വിഷയമല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. അവരുടെ വിശ്വാസമൊന്നും അല്ല, നമുക്ക് വിശ്വാസം ഉണ്ട്, ആദ്യം നടക്കും. പിന്നെ യേശുവിനെ കുറിച്ച് കേട്ടവർ വിശ്വസിച്ചെങ്കിലേ പോത്തുള്ളൂ കേട്ടോ. പ്രൈസ് ലോർഡ്. ഇത് ജാതികളുടെ ഇടയിലായി നടക്കുന്നതെല്ലാം അവരാദ്യമായിട്ട് കേൾക്കും, ആദ്യമായിട്ട് വിടുതൽ നടക്കും. പ്രൈസ് ലോർഡ്. പക്ഷെ നമ്മുടെയൊക്കെ ഇടയിൽ നടക്കണമെങ്കിൽ ഇത്തിരി ഒന്ന് മസില. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ ഞാൻ പറഞ്ഞ ഭൂതമുണ്ട് കേട്ടോ. പ്രൈസ് ലോർഡ്. അവിടുത്തെ ആദ്യത്തെ വിശ്വാസിയാ, അല്ലെങ്കിൽ തീർക്കുന്ന വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറയുന്ന കൂട്ടത്തില്ല. ഭൂതം ഉണ്ടെന്ന് പറയുമ്പോ എന്നോട് തിരിച്ചു പറയാം, വാസ്തുവെങ്കിൽ ഒന്ന് ഇളക്കാവൂ. ഇന്നല്ല സ്തോത്രം. തിരിച്ചു പോയിക്കോ, എങ്കിൽ ഒന്ന് വാസുകി ഇളക്കാവുന്നു. ഞാൻ പറഞ്ഞ് അതിനെ ഇളക്കാം. ഒറ്റ കാര്യം ആദ്യം സമ്മതിക്കണം. കർത്താവേ, എന്റെ മേൽ ഭൂതം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോയാൽ എന്നെ ഒന്ന് അനുവദിക്കണം, ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയാം. അത് പറയത്തില്ല, അത് പറയാതെ അത് ഇറങ്ങൂ. കാരണം കർത്തൃമേശയൊക്കെ കൊടുത്ത് ഇരുത്തിക്കല്ലേ. സ്തോത്രം പറ. കർത്തൃമേശ എടുക്കുന്നവരുടെ മേൽ ഭൂതം കയറുമോ കയറത്തില്ലയോ? കയറും. പ്രൈസ് ലോർഡ്. തെളിവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ അതും അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. കാരണം ഹല്ലേലൂയ കേറും. പ്രൈസ് ലോർഡ്. എന്താ കാര്യത്തിൽ കയറും? ഹല്ലേലൂയ. നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് കയറാതിരിക്കത്തില്ല, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് കയറാതിരിക്കത്തില്ല, കർത്തൃമേശ എടുത്തെന്ന് പറഞ്ഞ് കയറാതിരിക്കത്തില്ല. ഭൂതത്തിന് കയറാൻ ഒറ്റ കാര്യമായി പാപം ചെയ്താൽ മതി. കർത്തൃമേശ എടുത്തിട്ട് പാപം ചെയ്താൽ കയറും, സ്നാനപ്പെട്ടിട്ട് പാപം ചെയ്താൽ മതി, കയറും. വിട്ടുപോയതിനല്ല ഇതിന്റെ ഇരട്ടി കയറും. അങ്ങനെയാ ഹല്ലേലൂയ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഏഴെണ്ണത്തിലൂടെ കൊണ്ടുവരും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവ വൈതലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരിനാണെങ്കിൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അന്ന് പ്രാപിച്ച ആ തലപ്പഴം ഉണ്ടല്ലോ. സ്തോത്രം പറഞ്ഞാട്ടെ. അന്ന് പ്രാപിച്ച ഹല്ലേലൂയ സ്തോത്രം ആ തലപ്പഴം ഉതിർന്നു പോകരുത്, അതവിടെ കാണണം. ഹല്ലേലൂയ. എന്റെ സഭയില് ഹല്ലേലൂയ ഇവിടെ നിങ്ങളൊക്കെ പോകുന്നിടത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്റെ സഭയിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ ആരാധന ദിവസം എല്ലാവരും വെള്ളയിട്ടേ പറ്റും. പിന്നെ പുതിയ ആൾക്കാർ മാത്രം അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കും. അത് ഒരു സ്നാനപ്പെടാത്തവര് അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. അതല്ലാതെ അവരും പിറ്റേ ആഴ്ച അവർക്ക് നാണക്കേടാ സ്വന്തം അതിന്റെ ഇടയിൽ വന്നിരിക്കാൻ. പ്രൈസ് ലോർഡ്. അവരെങ്ങനെങ്കിലും ഒരു വെള്ളം വാടകയ്ക്കെങ്കിലും എടുത്തോണ്ട് വരും. സ്വത്രം. അവർക്കറിയാം അത് ശരിയാവത്തില്ലെന്ന്. പ്രൈസ് ലോർഡ്. ഒരു ഇരിപ്പൊരു സുഖം ഇല്ല എന്ന് വെച്ചിട്ട് ഹല്ലേലൂയ സ്തോത്രം അവർ പിറ്റേ ആഴ്ച എവിടുന്നെങ്കിലും ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വരും. സ്തോത്രം. അല്ലെ അടുത്തവർ ചോദിക്കും, ഈ ഹല്ലേലൂയ സ്തോത്രം ഇത് എവിടെയാ കിട്ടുന്നത്? കാരണം കളറ് വെട്ടുന്നിടത്ത് അവർ വിചാരിക്കും കളർ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. വെള്ള തുണി കിട്ടത്തില്ല എന്ന് അവരുടെ ചിന്ത. വെള്ളം ഇഷ്ടം പോലുണ്ട്, പക്ഷെ അവർ കാണാൻ അങ്ങോട്ട് പോകത്തില്ല, അത് നോക്കുന്നില്ല. സ്തോത്രം. അവര് പറഞ്ഞു കൊടുക്കും ഇന്നെടുത്തോട്ട് അല്ല ഇപ്പൊ തൽക്കാലത്തേക്ക് എന്റെ പഴയത് ഇരട്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ല പഴയതെങ്കിലും ഇട്ട് അവരെ അകത്ത് കയറും. എന്റെ പ്രിയപ്പെട്ടവര് എങ്ങനെയാ വരുന്നത്? നമ്മൾ വരുമ്പോ അങ്ങനെയൊക്കെ വരേണ്ടത്. സ്തോത്രം. ഇച്ചിരി വിശുദ്ധിയോടെ ഒക്കെ വരണം. നമ്മൾ അറിയണം, 10 പേര് അറിയണം ഞാൻ ഇത്തിരി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അറിയിക്കാതെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എന്റെ അപ്പൻ എന്റെ കൂടെ ആരാധനയ്ക്കുന്നു, ആരും അറിയാതെ വന്നു, പക്ഷെ എല്ലാരും അറിഞ്ഞു. എല്ലാരും പറഞ്ഞു എന്റെ അപ്പൻ ഹല്ലേലൂയ ഇറങ്ങിയെന്ന്. എന്റെ അപ്പന്റെ കൂട്ടുകാരെല്ലാം വന്നു. അപ്പനെ കണ്ടിട്ട് പറഞ്ഞു, അച്ചായ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം. ഷോർട്ട് നെയിം ഉണ്ട് എന്റെ അപ്പന്, കുട്ടിയച്ചാന്ന് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. കുട്ടിച്ച ഒരു കാര്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പള്ളിയൊക്കെ വിട്ടുപോകുന്നത് ശരിയല്ല, അച്ഛൻ പോവല്ലേ. എന്റെ പപ്പ പറഞ്ഞെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ അപ്പം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയും, പപ്പ നമുക്ക് അങ്ങനെയല്ല, ഇത് സത്യമാണ്, ഇങ്ങനെ വന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ പപ്പ ഒന്നും മിണ്ടത്തില്ല.
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ദേവദാസൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പപ്പ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ട് പപ്പായ്ക്ക് പെട്ടെന്നൊരു രോഗം വരുന്നു. സജിപാസ് വന്നിട്ട് പറഞ്ഞു, പെട്ടെന്നൊരു രോഗം വരുന്നു, രോഗം കണ്ടുപിടിക്കുന്നില്ല, പപ്പ ലോകത്ത് മാറ്റപ്പെടുന്നതായിട്ടാ കാണുന്നത്. പപ്പ പ്രാർത്ഥന മുടക്കല്ലേ, പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ പപ്പായ്ക്ക് ഇതൊന്നൊരു വിഷയമല്ല, നല്ല ആരോഗ്യമുള്ള നല്ല ശരീരമുള്ള ഒരു മനുഷ്യനാ, പ്രൈസലോ, പപ്പായ്ക്ക് ഇതൊരു വിഷയമല്ല. പക്ഷെ പെട്ടെന്ന് പപ്പായ്ക്ക് ഒരു ചെറിയ ചുമ, നമുക്കെല്ലാം ചെറിയ ചുമ വരുമോ, ഒത്തിരി ചുമയല്ല, പപ്പ ചുമക്കാറില്ല. ഒരു ചുമ വന്നപ്പോൾ പപ്പ അന്നത്തെ ദിവസം ജോലിക്ക് പോയില്ല. പപ്പ പറഞ്ഞെങ്കിൽ ഈ ചുമ എന്താന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ട്, ഒരു ഡോക്ടറെ കാണാൻ പോയി. അദ്ദേഹം എന്തിനും അച്ഛൻ പപ്പായെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ എന്തോ അസുഖം വരാനാ, ഇതൊന്ന് ചെക്ക് ചെയ്തേരെ, കഫം ഒന്ന് നോക്ക്, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യും. 2 തുണ്ടെടുത്തു. പപ്പായ്ക്ക് ഭയങ്കര ദേഷ്യത്തോടെ രാവിലെ ലീവ് എടുത്തല്ലേ തിരിച്ചു വന്ന് എന്നിട്ട് പറഞ്ഞ്, തേവള്ളി ഒരു ഡോക്ടർ ഉണ്ട്, വൈകിട്ട് അവനെയോടെ പോയി കാണാം. വൈകിട്ട് അവിടെയും ചെന്ന് കണ്ടപ്പം അദ്ദേഹം ഒന്ന് നോക്കിയിട്ട് ബ്ലഡും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ, കഫം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എഴുതി കൊടുത്തു. പപ്പ വന്നിട്ട് അമ്മച്ചിയുടെ ഒത്തിരി വഴക്ക്. അമ്മയുടെ എന്തിനാ വഴക്ക്, ഇവനൊക്കെ എന്തിനാ ഇത് പഠിച്ച, ഒരു ഗുളികയെങ്കിലും തന്നില്ലല്ലോ, ഭയങ്കര പ്രശ്നം അമ്മച്ചിയുടെ അടുത്ത്. പ്രൈസലോ, അങ്ങനെ കിടന്നുറങ്ങിയ രാവിലെ നമുക്ക് പാരലൈസ് ആയി കിടക്കുന്നു, തളർന്നു. സ്വത്രം നേരെ ഞങ്ങള് ഡിസ്ട്രിക്ട് കൊണ്ടുപോയി. അന്നേരം അവർ ഇപ്പൊ തന്നെ സ്കാൻ ചെയ്യണം. അപ്പൊ അവിടെ സ്കാനിങ് ഇല്ലാത്തതുകൊണ്ട് നേരെ സ്വത്രം സങ്കേഷ്ടി കൊണ്ടുപോയി. അവിടെ ഇട്ട് ഉള്ള സ്കാനിങ് മെഷീൻ മൊത്തം വർക്ക് ചെയ്തിട്ടും അവർക്കൊന്നും തെളിയുന്നില്ല. മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് ICU യൂണിറ്റിനകത്തേക്ക് ഒരു മരുന്നും കൊടുത്തില്ല. അവസാനം എന്റെ ചേട്ടന് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞ്, നീയൊക്കെ മരുന്ന് എഴുതി കൊടുത്ത മരുന്നെല്ലാം എഴുതാന്ന് പറഞ്ഞു. അവന്മാരെ എവിടെ എഴുതാനാ. തിരിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് യുവാസിലേക്ക് എത്തി. അവിടെയും കുറെ നോക്കി, നടന്നില്ല. നേരെ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി, കണ്ടുപിടിച്ചില്ല. അവസാനം കണ്ടുപിടിച്ചുള്ള മരിച്ചും പോയി. സ്വത്രം എഴുതിന മക്കളെ, ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. എല്ലാവരും ചേർന്ന് ഒരു അല്ലേ പറഞ്ഞാട്ടെ. പോരാ, നിങ്ങളുടെ ഈ ഇങ്ങനെ ഒന്നും അല്ല ആർപ്പെന്ന് പറയുന്നത്. അല്ലെ എരിയോ കോട്ട തകരണമെങ്കിൽ അല്ലേ ഇങ്ങനൊന്നും പറയാൻ പോരാ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാട്ടെ. പ്രൈസലോ. എന്തിനാണെന്നറിയാവോ, ഇതിന് നടുവിൽ വചനത്തിന് തടസ്സമായി നിൽക്കുന്ന ചിലപ്പോൾ ഓടിപ്പോട്ടെ.